പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എവിടെയാണ് ഇപ്പോൾ യമുന ഉള്ളത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് മനു. ഇതേ തുടർന്നാണ് കാശിനാഥന്റെ ഇൻവോൾവ്മെന്റിനെ പറ്റി അറിയാനിടയാകുന്നത്. ഇതോടെ കാശിനാഥനെ കാണുന്നതിനായി വീട്ടിലേക്ക് എത്തുന്ന മനു കാശിനാഥനെ തല്ലിയിരിക്കുകയാണ്. എവിടെടാ എൻ്റെ യമുനയെ, നീ എന്താ ചെയ്തത്? അവളെ നീ കൊന്നോ? സത്യങ്ങൾ എനിക്ക് അറിഞ്ഞേ മതിയാകൂ. അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിന്നെ ബാക്കി വെക്കുകയില്ല, കള്ളപ്പന്നി എന്ന് പറഞ്ഞ് ആക്രമിക്കുകയാണ് ഇപ്പോൾ മനു. പക്ഷേ കാശിനാഥനാകട്ടെ ഒന്നും ചെയ്യാതെ മനുവിന്റെ ഇടിയെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതോടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് മനു. പക്ഷേ ഇതേ തുടർന്നാണ് മനുവിനെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് യമുന കയറി വരുന്നത്. മനുവേട്ടാ, കാശിനാഥനെ തല്ലരുത്, കാശിയേട്ടനാണ് എന്നെ രക്ഷിച്ചത്. ഇതോടെ മനുവാകെ ഞെട്ടിപ്പോകുന്നു. എന്ത്? അത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ എന്നെ കുറച്ച് ഗുണ്ടകൾ ആക്രമിച്ചിരുന്നു. അവരുടെ ആക്രമണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് കാശിയേട്ടനാണ്. എന്നെ രക്ഷിച്ച് ഇവിടേക്ക് സുരക്ഷിതമായി എത്തിക്കുകയായിരുന്നു കാശിയേട്ടൻ. ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് മനു. മാത്രവുമല്ല, ഇതേ തുടർന്ന് കാശിനാഥനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന യമുന കാശിനാഥൻ പാവമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ നീ ഇപ്പോൾ വീട്ടിലേക്ക് വാ, ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് മനു യമുനയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. യമുനയുടെ വരവ് അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുകയാണ് ഇപ്പോൾ ഗംഗ. തൻ്റെ സഹോദരിക്ക് ഒന്നും പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വളരെയധികം സന്തോഷിക്കുന്ന അവൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്നാണ് കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് ഇപ്പോൾ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് യമുന വരുന്നത്. ഗംഗേച്ചിയെ വളരെയധികം ഇഷ്ടമാണ് കാശിനാഥന്. ഞാനത് നേരിട്ട് കണ്ടതാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ആൾ പോലുമല്ല കാശിനാഥൻ എന്ന് അവൾ തുറന്ന് പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഗംഗ. യഥാർത്ഥത്തിൽ ഇതെല്ലാം കാശിനാഥന്റെ പ്ലാൻ ചെയ്തുള്ള ചതിയായിരുന്നു. അതിൽ യമുന വീണുപോകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.